ഹലോ കൂട്ടുകാരെ, ഇവർ വാഹിദ്രായലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുത്തശ്ശി ഭൂമിയെ വിളിച്ചിട്ട് പറയുകയാണ്, മോളെ നീ അറിഞ്ഞല്ലോ അജയൻ്റെയും അഞ്ജനയുടെയും വിവാഹം ഉറപ്പിച്ചത്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വീട്ടിലുണ്ടാവുന്ന ഒരു മംഗളകർമ്മമാണ്, മോൾ എന്തായാലും വരണം. എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് വിളിക്കാത്തത്. അതൊന്നും മോൾ മനസ്സിൽ വെച്ചിട്ട് വരാതിരിക്കരുത്, തീർച്ചയായും പങ്കെടുക്കണമെന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ ഭൂമിയുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ്. കാരണം ആൽഫ്രഡ് വന്നിട്ട് അജയനെ വിവാഹം കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഭൂമിയുടെ മനസ്സിലോട്ട് വരികയാണ്. ഭൂമി പറയും, ഞാൻ കുറച്ച് തിരക്കിലാണല്ലോ മുത്തശ്ശിയെന്ന്. അപ്പോൾ സൗഭാഗ്യമ്മ പറയും, അത് പറഞ്ഞാൽ ശരിയാവില്ല, നീ വന്നേ പറ്റൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഞ്ജനേനെയാണ്. അഞ്ജനയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വിവാഹക്കാര്യം പറയുകയാണ്. അപ്പം നമ്മുടെ മറ്റ് സീരിയലിൽ നായികമാരെയൊക്കെയാണ് വില്ലത്തിമാരെയൊക്കെയാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തായാലും എൻ്റെ വിവാഹത്തിന് വരണം, എൻ്റെ മുറച്ചക്കൻ അജയനെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അവരെല്ലാവരും ശരി, തീർച്ചയായും വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അജയ് ഭൂമി കടയിൽ വന്നിട്ട് കടയിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അജയ് ഭൂമിയെ കാണാൻ വേണ്ടിയിട്ട് കടയിലോട്ട് വരികയാണ്. എന്നിട്ട് പറയും, നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ ഭൂമി, നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, സാറിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന്. അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്, നിനക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭൂമി പറയും, അതിനൊന്നും ഒരു മാറ്റമില്ല സർ, സാറ് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പറയാം. പിന്നെ ആൽഫ്രഡ് സാർ ഇന്നലെ വന്നിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു, അത് സാറിൻ്റെ അറിവോടെയാണെന്നും എനിക്കറിയാം, അത് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ അജയ് പറയും, അതൊക്കെ എനിക്ക് മനസ്സിലായി, എന്തായാലും എനിക്ക് ഭൂമിയുടെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് പറയണം. ഭൂമി പറയുകയാണെങ്കിൽ ശരി, നമുക്കെന്നാൽ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു ബുള്ളറ്റുമ്പോൾ കയറിയിട്ട് പുറത്തോട്ട് പോവുകയാണ്. അതായത് അജയൻ്റെ ബുള്ളറ്റിൽ ഭൂമിനെ കയറ്റിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി ചേച്ചി ഇങ്ങനെ സുഹൃത്തിച്ചിരിക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവിടെ എത്രയായാലും അച്ഛൻ മരിച്ചിട്ട് അമ്മ ജയിലിലും ഇവളിങ്ങനെ പോലീസുകാരൻ്റെ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഭാവിക്ക് അത് പ്രശ്നമാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമത്തിലാണ് ലക്ഷ്മി ചേച്ചി. ഇവളുടെ മനസ്സ് നല്ലതാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അജയ് അവിടെ അവർ പോയി നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ്. എന്നിട്ട് അജയ് പറയുകയാണ്, എൻ്റെയും അഞ്ജനൻ്റെയും വിവാഹം ഉറപ്പിച്ചത് ഭൂമിക്ക് അറിയാമല്ലോ, എനിക്ക് ആ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല, അതിന് ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അജയ് തൻ്റെ പാസ്റ്റ് പറയുകയാണ്. അപ്പോൾ പാസ്റ്റ് ആദ്യം പറയുന്നത് കുറേ കവിതയിലെ ലൈൻസും, അതായത് പ്രണയ കവിതകളും അതുപോലെ കത്തുകളും ഒക്കെയാണ്. എന്നിട്ട് പറയും, സാറിനോട് ആരാ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് അഞ്ജന ചോദിക്കും. അപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു, ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ അവളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അവളുടെ പേര് നയന എന്നാണ്. അവളെ എന്തെന്ന് വെച്ചാൽ ഒരുപാട് കവിതകളും ഒക്കെ എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കവിതകളായിട്ടായിരുന്നു അവൾ എഴുതിയിരുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഭൂമി പറയും, എല്ലാം നല്ല ജീവനുള്ള പോലത്തെ കവിതകളാണ് എന്ന്. അപ്പോൾ അജയ് പറയും, അത് തന്നെയാണ് അവളുടെ പ്രത്യേകത, അവൾക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതാനുള്ള നല്ല കഴിവുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഭൂമി ചോദിക്കും, അല്ല സാർ, എന്നിട്ട് ആ പെൺകുട്ടി എവിടെയാണ്? അപ്പോൾ അജയ് പറയും, എനിക്ക് ആ പെൺകുട്ടി എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല, 2 വർഷമായിട്ട് അവളെ കുറിച്ചൊരു വിവരമില്ല, ഞാൻ കുറേ അന്വേഷിച്ചു എന്ന് പറയണം. അപ്പോൾ സാറ് തീർച്ചയായും ഒരു ഭാഗ്യവാൻ തന്നെയാണ്, സാറിന് ഇത്രയും നല്ലൊരു പ്രണയമുണ്ടായല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അജയ് പറയാണ്, ഞാനൊരു ഭാഗ്യവാൻ തന്നെയായിരുന്നു, ഇപ്പോൾ അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു ഭാഗ്യവാൻ തന്നെ ആയിരുന്നേനെ എന്ന് പറയണം. അപ്പോൾ എനിക്ക് അവളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന്. ഭൂമി പറയും, അപ്പോഴും തിരിച്ചു വരാത്ത ഇപ്പോൾ എവിടെയാണെന്നറിയാത്ത ആളെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് സാർ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അജയ് പറയും, അത് ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, അതിനിടയ്ക്കാണ് ഇവർ വിവാഹാലോചനയൊക്കെ കൊണ്ടുവന്നത്, അതിനെനിക്ക് സമ്മതിക്കാൻ പറ്റില്ല, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാകും, മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചത്, പക്ഷേ അതിപ്പോൾ എനിക്ക് വല്ലാത്തൊരു കുരുക്കായി മാറിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആൽഫ്രഡിനെ ഭൂമിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്, ഭൂമി ഈ വിവാഹത്തിന് തയ്യാറാണെച്ചെങ്കിൽ ഒരു പോലീസുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഭൂമിയുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും, അതുപോലെ തന്നെ ഭൂമിയുടെ അമ്മയുടെ കേസിന് വേണ്ടിയിട്ട് എല്ലാ ചിലവുകളും ഞാൻ വഹിക്കാൻ തയ്യാറാണ്, അധിക കാലമൊന്നുമില്ല, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആവുന്നത് വരെ ഭൂമിക്ക് എൻ്റെ ഭാര്യയായിട്ടൊന്ന് അഭിനയിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭൂമി ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഭൂമി ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയും, അല്ല സാർ, ഒരു വിവാഹം ഒരു ഭാര്യയായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അങ്ങോട്ടോ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അജയ് പറയും, ഭൂമി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഒരു നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഭൂമിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്, എന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ ഭൂമി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന്. അവളാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടിലാണല്ലോ. എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ
പിന്നെ ജയിലിലോട്ട് അവൾ അമ്മേനെ കാണാൻ വേണ്ടി പോവാണ്. അമ്മേനെ കാണാൻ പോയപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അമ്മേ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് പറഞ്ഞത് എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നീ എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, ഇവിടെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെയൊക്കെ കാര്യങ്ങളോടും ഒക്കെ ഞാനിവിടെ ഒത്തുനിന്ന് പോകുന്നുണ്ട്, എന്നെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കൊന്നും വേണ്ട എന്ന്. പിന്നെ അപ്പോൾ ഭൂമി പറയും അമ്മ വിഷമിക്കേണ്ട, ഞാൻ ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ട്, 35 ലക്ഷം രൂപയാണ് അയാൾ ഫീസ് പറഞ്ഞിട്ടുള്ളത്, അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉള്ളത് എന്ന് പറയണം. എന്നാലും അമ്മ വിഷമിക്കേണ്ട, ഞാൻ അമ്മയെ എങ്ങനെയെങ്കിലും ഞാൻ പുറത്തിറക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, മോളെ ഞാൻ കുറച്ച് കാലമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാ അമ്മ പറയൂ എന്താ കാര്യമെന്ന് ഭൂമി ചോദിക്കും. അപ്പോൾ നമ്മുടെ അംബിക അവളെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ, അംബികയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല, സങ്കടമൊക്കെ വന്നിട്ട് അംബിക ഇങ്ങനെ പറയുകയാണ്, മോളെ നിന്നെയും അതുപോലെ തന്നെ നമ്മുടെ കാറിനെയും അച്ഛനെയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു രഹസ്യമുണ്ട്. അച്ഛന് ഇത്രയും കാലം അത് നിൻ്റെ കയ്യിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു, അങ്ങനത്തെ ഒരു രഹസ്യമാണ് എന്ന്. ഭൂമി ചോദിക്കും, രഹസ്യം? എന്ത് രഹസ്യം? അമ്മ എന്തായാലും പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ കേൾക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്ന്. അത് മോളെ നീയ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അംബിക ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പറ, എന്താ കാര്യം എന്ന് വെച്ച് പറ എന്ന് ഭൂമി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അംബിക കണ്ണ് തുറന്നിട്ട് അവളെ കണ്ടിട്ട് പറയാൻ വയ്യ. അംബിക കണ്ണടച്ചിട്ട് പറയും, മോളെ എൻ്റെയും അച്ചേട്ടൻ്റെയും മകളല്ല, നിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും വേറെ ആരോ ആണ് എന്ന് പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ ഭൂമി ആകെ തകരും. ഭൂമിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഭൂമി അവിടെ നിന്ന് കരയും. അപ്പോൾ അതിന് അംബിക അവിടെ നിന്ന് പോവും, കാരണം അംബികയുടെ സമയം കഴിഞ്ഞു. അപ്പോൾ ഭൂമി ജയിലിൻ്റെ അവിടെ നിന്ന് കുറേ നേരം കരയും. അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവൾക്കൊരു സമനില തെറ്റിയ പോലെയാണ്. കാരണം സമനില തെറ്റിയ പോലെയാണ് അവൾ റോട്ടിലൂടെയൊക്കെ നടക്കുന്നത്. എന്താണ് അവൾക്ക് ചുറ്റും സംഭവിക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരുവിധ രാത്രിയിൽ അവൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ അച്യുതൻ്റെ കാറ് കിടക്കുന്നുണ്ട്. അപ്പോൾ കാറിലൊക്കെ പോയി തൊട്ടിട്ട് അവൾ പറയും, നീയും അച്ഛനും എൻ്റെ സ്വന്തമല്ല എന്നാണ് അമ്മ പറയുന്നത്, അതൊന്നും ഞാൻ സമ്മതിക്കില്ല, അച്യുതൻ തന്നെയാണ് എൻ്റെ അച്ഛൻ, അംബികയാണ് എൻ്റെ അമ്മ, നീ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് കാറുമ്പോൾ തൊട്ട് അവളിൽ നിന്ന് ഇങ്ങനെ കരയുകയാണ്. അവൾ തനിച്ചാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്സ് വരുന്നത്. അതായത് ഭൂമി സത്യം അറിയുന്നത്, സത്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മകളല്ല എന്ന് അറിയുന്ന സത്യമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അജയിൻ്റെ വീട്ടിൽ പോയിട്ട് പറയുന്നുണ്ട്, അത് നാളത്തെ എപ്പിസോഡാണ്. അതായത് അഞ്ജനയെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല, മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണ് അഞ്ജനയെ വിവാഹം കഴിക്കാൻ തയ്യാറായത്, ഇനി ഒരിക്കലും ഞാനതിന് തയ്യാറാവില്ല എന്ന് പറഞ്ഞ് അജയ് ആ മോതിരം ഊരിയിട്ട്, അതായത് എൻഗേജ്മെൻറ്റിൻ്റെ മോതിരം ഊരിയിട്ട് ടേബിൾ മേൽ വെക്കുന്നുണ്ട്. ടേബിൾ മേൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം അവനവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പക്ഷേ അപ്പോഴത്തേനും മാധവനൊക്കെ നല്ല ദേഷ്യം വന്നിട്ട് മാധവനൊക്കെ അവൻ്റെ കോളറിന് പിടിച്ചിട്ട് അവനെ വഴക്ക് പറയുന്നതും തല്ലാൻ നോക്കുന്നതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി പറയും, എനിക്ക് ഇങ്ങനത്തെ കൊച്ചുമക്കളുള്ള ഈ വീട്ടിൽ എനിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞ മുത്തശ്ശി എല്ലാം ഉപേക്ഷിച്ചിട്ട് വല്ല സന്യാസത്തിനോ അല്ലെങ്കിൽ വല്ല കാശിക്കോ രാമേശ്വരത്തിനോ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശീനെ തടയുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെയും നാളത്തെയും പ്രധാനപ്പെട്ട സീനുകൾ. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ കഥ അറിയാൻ നിങ്ങൾ ആദ്യമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.